ഡിജെയുടെ പ്രശ്നം എന്താ വെച്ചാൽ സ്മോക്ക്, കളറിങ്, ഈ കാര്യം നിയന്ത്രണ വിധേയമല്ലാത്ത രീതിയിൽ ക്രൗഡിനെ എന്താ പറയാ ഒരു വല്ലാത്ത വൈബ്രന്റിലേക്ക് കൊണ്ടുപോകും. അത് ഈ ക്രൗഡ് വളരെ തിങ്ങിയ സ്ഥലമാണ്. പോക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് വരവെത്തിച്ചേരുന്ന സ്ഥലം വളരെ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള മേഖല. സ്ത്രീകളും കുട്ടികളും ഒക്കെ നിൽക്കുന്നിടത്താണുള്ളത്. അപ്പോൾ അതിന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ വരവാനും സംയുക്തമായി ആലോചിച്ചിട്ട് വേണ്ട എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ നാടൻ കളികളും മറ്റു വാദ്യഘോഷങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അത് വളരെ ഭംഗിയാക്കുക എന്നുള്ള തീരുമാനം പൊതുവെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇലക്ഷൻ റിസൾട്ടിന്റെ ദിവസമാണ്. അതുകൊണ്ട് പോലീസിനും അതിലെന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ആ ഡയറക്ഷൻ ഈ പറയുന്ന വരവാർക്ക് കൊടുത്താൽ അത് ഉചിതമാണ്. അവർ കൂടുതൽ നല്ല അച്ചടക്കത്തോടു കൂടി നടക്കും എന്നുള്ളതാണ്. അതൊക്കെ മുനിസിപ്പൽ തലത്തിൽ തന്നെ ഒരു ജനപ്രതിനിധി സഭ എന്ന നിലയ്ക്ക്, തദ്ദേശീയ ജനപ്രതിനിധി സഭ എന്ന നിലയ്ക്ക് ഈ നാടിന്റെ പൊതുവായ ഒരു ആതിഥേയത്വത്തിലുള്ള പരിപാടി എന്നുള്ള നിലയ്ക്ക് തന്നെ ഇതിനെ കാണണം. ഏതെങ്കിലും ഒരു കുടുംബമോ വ്യക്തിയല്ല, ഇതൊരു നാടിന്റെ പൊതുവായ പൈതൃകം എന്നുള്ള നിലയ്ക്ക് കണ്ട് നമുക്ക് ഒന്നിച്ച് ചേർന്ന് ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ ഇത് വലിയൊരു റിസൾട്ട് ആയിട്ടുള്ള സംഭവമാണ്. കരിമരുന്ന് പ്രയോഗം അതിനെപ്പറ്റിയൊന്നും ഒരു പരാമർശം ഇല്ലായിരുന്നു. അപ്പൊ അത് നമ്മൾ അന്വേഷിച്ച് റിപ്പോർട്ട് തരാൻ വേണ്ടിയിട്ട് നമ്മുടെ വില്ലേജ് ഓഫീസ് തലത്തിൽ ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പീരങ്കി അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശുപാർശ കത്ത് നമ്മൾ കളക്ടർക്ക് കൊടുക്കും. അപ്പോ അത് മാത്രമേ നമുക്ക് റവന്യൂ വകുപ്പിനെ സംബന്ധിച്ച്, പിന്നെ ഈ ക്രൗഡ് മാനേജ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ക്രൗഡ് മാനേജ്മെന്റിന് മറ്റു അതാത് വകുപ്പുകൾ ടർക്കിയിലും 2 കുപ്പയിലാണ്. അപ്പൊ ആ സ്ഥലങ്ങളിൽ അതിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ആംബുലൻസ് അറേഞ്ച് ചെയ്യാനുള്ള, അത് നമുക്ക് പ്രൈവറ്റ് സ്ഥാപനങ്ങളോട് കൂടിയിട്ട് ചോദിച്ച് ചെയ്യണത്. ആംബുലൻസ് ഒരു മെഡിക്കൽ കെയർ അടക്കമുള്ള ഒരു സംവിധാനം ചെയ്യുകയാണെങ്കിൽ ആ സ്പോട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആശുപത്രിയിൽ എത്തിക്കാനുള്ള സൗകര്യം ഒരുക്കാം നമുക്ക്. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോ പറയാം, നമുക്ക് പകർച്ചവ്യാധികൾ പ്രത്യേകിച്ച് ഒരു വലിയൊരു പ്രോഗ്രാം നടത്തുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ കൂൾ ഡ്രിങ്ക്സും മറ്റും കടകളും ഫുഡൊക്കെ ഉണ്ടാകുന്ന ചെയ്യുന്ന സംഭവമുണ്ട്. അതാണ് കാർണിവലിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളത് മുൻകൂട്ടി തന്നെ അത് പരിശോധിച്ചിട്ട് അവർക്കുള്ള ലൈസൻസും അതിന്റെ പോലീസിനായിട്ട് മറ്റേതെങ്കിലും ഏരിയയിൽ ഈ പറഞ്ഞ ട്രാഫിക്, ക്രൗഡ് മാനേജ്മെന്റ്, അതുപോലെ ഈ വരവുകളുടെ മാനേജ്മെന്റ്, അതല്ലാതെ വേറെ ഏതെങ്കിലും ഏരിയയിൽ പർട്ടിക്കുലർ ആയിട്ട് നമ്മൾ കെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും പറയാവുന്നതാണ്. ഈ എക്സ്പ്ലോസീവ്സ് ഒഴിവാക്കുക, അതുപോലെ DJ ഒഴിവാക്കുക. ആന ഇപ്പൊ ഇല്ലാത്തിടത്തോളം അതിനെ സംബന്ധിച്ചുള്ള ഡയറക്ഷൻസ് നമ്മൾ പറയേണ്ടതില്ല. ആന ഇല്ല എന്നുള്ളതായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഏകദേശം ഈ പറഞ്ഞ ക്രൗഡ് ഏത് ടൈമില്, എല്ലാ ദിവസവും ഉണ്ടാവില്ലല്ലോ. മെയിൻ ആയിട്ടുള്ള 3-4 തീയതികളിൽ കൂടുതലായിട്ടുള്ള മാറ്റേഴ്സ് ഒരു ഫർദർ മീറ്റിംഗ് നമുക്ക് വരവുകാർക്ക് കൊടുക്കുന്ന ഡയറക്ഷൻ ആ ഒരു മീറ്റിംഗിനകത്തായിട്ട് ഡിസ്കസ് ചെയ്യാം. ബാക്കി വേറെ എവിടെയെങ്കിലും നമ്മളുടെ അഡീഷണൽ പ്രസൻസ് വേണമെന്നുണ്ടെങ്കിൽ അതൊന്നും അറിയിച്ചാൽ അതിനനുസരിച്ച് സ്കീം ഡിസൈൻ. കൊണ്ടോട്ടി നേർച്ചയോടനുബന്ധിച്ച് കൊണ്ടോട്ടി നഗരത്തിൽ ഗതാഗതം, സുരക്ഷ എന്നിവ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി നഗരസഭാ ചെയർമാൻ UK മമ്മദിശിയുടെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്നു. മെയ് 2 മുതലാണ് കൊണ്ടോട്ടി നേർച്ച. അതിനു മുന്നോടിയായി കൊണ്ടോട്ടി ഫെസ്റ്റും ആരംഭിക്കുന്നുണ്ട്. ഇതിനായി ആയിരക്കണക്കിന് ആളുകൾ കൊണ്ടോട്ടി നഗരത്തിലെത്തും. അതിനാൽ ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. നഗരത്തിലെ അനധികൃത പാർക്കിംഗ് കർശനമായി നിരോധിക്കും. സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളും ലഹരി ഉൽപ്പന്ന വിപണനവും മറ്റും നിരീക്ഷിച്ചു നടപടിയെടുക്കും. ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിലെ ശുചിത്വം ഉറപ്പാക്കും. ഗതാഗത നിയന്ത്രണത്തിന് ആവശ്യമെങ്കിൽ ട്രോമ കെയർ വോളണ്ടിയർമാരുടെ സേവനവും ലഭ്യമാക്കും. അതേസമയം കരിമരുന്ന് പോലുള്ള കാര്യങ്ങൾക്ക് നിയന്ത്രണമുണ്ട്. നേർച്ചേൻ്റെ ഭാഗമാണ് ഈ പെട്ടിവരവ് എന്ന് പറയുന്നത്. ഈ പെട്ടിവരവിൽ എല്ലാ സംഗതികളും ഉണ്ടാവും. ഇപ്പോൾ നമുക്കറിയാം, പിന്നെ പോലെ ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ടും അതിൽ കരിമരുന്നൊക്കെ ധാരാളം നേരത്തെ ഉണ്ടായതാണ്. അതേപോലെ തന്നെ DJ അപ്പോൾ ഈ പ്രാവശ്യം അത് ക്രമീകരിച്ചിട്ടുണ്ട്. DJ സംവിധാനം മുഴുവൻ പാടെ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കരിമരുന്നുകൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ കരിമരുന്നുകൾ ബുദ്ധിമുട്ടില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, അത് തന്നെ അതിനൊരു ഏരിയ നിശ്ചയിച്ച് അവിടെ വെച്ച് മാത്രമേ കരിമരുന്നുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ ഈ പെട്ടിവരവ്, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 24 പെട്ടിവരവുകളാണ് ഇപ്പോൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആ 24 പെട്ടിവരവുകളുടെ ആളുകളെ വിളിച്ചു വരുത്തി, അവരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി, പോലീസ് SI സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ച് അവരുടെ ഓരോ പെട്ടിവരവിലും എത്ര ജനങ്ങളുണ്ടാവും, അതിലെന്തൊക്കെയാണോ അവർ പങ്കെടുക്കുന്ന സംഗതികളൊക്കെ എന്താണ്, ആഘോഷവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഐറ്റംസുകളുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇതിനായിട്ട് എവിടെ നിന്നാണ് അവർ വരുന്നത്, എവിടെ വെച്ചിട്ടാണ് അവരെ എതിരേൽക്കുന്നത്, ഏത് റൂട്ടിലൂടെയാണ് അവർ പോകുന്നത് എന്നുള്ളതൊക്കെ ഒരു ക്രമീകരണം വരുത്താനും അതൊക്കെ മനസ്സിലാക്കി അതിനുള്ള ഒരു ക്രമീകരണം വരുത്താനാണ് ഇന്ന് പോലീസ് പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പാലിക്കുന്നതിന് കർശന നിർദ്ദേശം നൽകും. രാത്രികാലങ്ങളിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് ഗതാഗത സൗകര്യം ഉറപ്പുവരുത്തും.
തെരുവ് കച്ചവടങ്ങൾ നിയന്ത്രിച്ച് കാൽനടയാത്രക്കാർക്ക് സൗകര്യം ഏർപ്പെടുത്തും. തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കുന്നതിന് KSEBക്ക് നിർദ്ദേശം നൽകും. പോലീസ്, ആരോഗ്യം, റവന്യൂ, ഭക്ഷ്യവകുപ്പ്, KSEB, വാട്ടർ അതോറിറ്റി, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ, വ്യാപാരി വ്യവസായി, കൊണ്ടോട്ടി ഫെസ്റ്റ് നടത്തിപ്പുകാർ, കൊണ്ടോട്ടി തങ്ങൾ കുടുംബം, വിവിധ രാഷ്ട്രീയ പാർട്ടി, ട്രോമ കെയർ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പുറത്തുനിന്നുള്ള കുറേ കച്ചവടക്കാരുണ്ടാവും. ആ പുറത്തുനിന്നുള്ള കച്ചവടക്കാർ എന്ന് പറയുന്നത് കച്ചവടം നടത്തേണ്ടതുണ്ടാവും. അവർക്കൊക്കെ താൽക്കാലികമായി ചെറിയ ഒരു 10 ദിവസത്തേക്ക് ലൈസൻസ് കൊടുക്കുക. അത് പരിശോധിക്കുന്നതിന് വേണ്ടി അവർക്ക് ഉറ്റയിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഹെൽത്ത് വിഭാഗത്തിന് നമ്മളിന്ന് സ്ക്വാഡുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ഹെൽത്തിൻ്റെ ഇപ്പോൾ കൊണ്ടോട്ടി നഗരസഭയിലുള്ള ഹെൽത്ത് വിഭാഗമുണ്ട്. അതേപോലെ താലൂക്ക് ആശുപത്രിൻ്റെ കീഴിലുള്ള 22ഓളം ഹോസ്പിറ്റലുകളുണ്ട്. അതിലുള്ളൊക്കെ ജീവനക്കാരുണ്ട്. അവരൊക്കെ ഒരുമിച്ച് കൂട്ടി അവർക്കൊക്കെ സ്ക്വാഡുകൾ രൂപീകരിച്ച് അവർക്കൊക്കെ ഏരിയകൾ നിശ്ചയിച്ച് ആ ഏരിയകളിൽ വരുന്ന കച്ചവടക്കാരൊക്കെ ഒരു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി അവരൊക്കെ പരിശോധിച്ച് ഒക്കെ ഉള്ള രൂപത്തിലാണ് ഇന്ന് ക്രമീകരിച്ചത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം കൊണ്ടോട്ടിയിലെ വലിയ തോട് എന്ന് പറയുന്നത് ഈ സമയത്ത് മാലിന്യങ്ങൾ ഒഴുകി പോകുന്ന ഒരു സമയമാണ്. തൊട്ടടുത്ത് അതിൻ്റെ പ്രദേശത്തുള്ള മുഴുവൻ കിണറുകളുണ്ട്. ആ കിണറുകളൊക്കെ മുഴുവൻ പരിശോധിക്കുകയാണ്. മുഴുവൻ പരിശോധിച്ചിട്ട് അതിൽ നിജപ്പെടുത്തി അത് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തതാണെങ്കിൽ അതൊക്കെ അടച്ചു പൂട്ടി നല്ല ശുദ്ധമായ വെള്ളം മാത്രം ഈ കൊണ്ടോട്ടി നേർച്ച നടക്കുന്ന സമയത്ത് കുടിക്കാവുന്ന ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി ഒരുപാട് ഇപ്പോൾ കൊണ്ടോട്ടി ഫെസ്റ്റ് എന്ന് പറയുന്നതുണ്ടാവും. അവരുടെ ലൈസൻസുകളൊക്കെ എല്ലാ വിഭാഗത്തിൻ്റെ ലൈസൻസുകളൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് നഗരസഭയിൽ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനും അനുമതി കൊടുക്കും. അങ്ങനെ രൂപത്തിൽ ഇപ്പോൾ പോലീസ് നന്നായി ഇതിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അവർ ഇടപെട്ടിട്ടുണ്ട്. ഈ പ്രാവശ്യവും അതിന് സജ്ജമായി തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു അനുകൂലമായ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ നേർച്ചയിൽ വേറെ ഒരു സംഭവമൊന്നുമില്ലാതെ യാതൊരു ഇടപെടലില്ലാതെ ബുദ്ധിമുട്ടുകളില്ലാതെ പ്രയാസങ്ങളില്ലാതെ എല്ലാവർക്കും ഇതൊക്കെ ഈ നേർച്ച എന്താണ് എന്നുള്ളതൊക്കെ കാണാനും അതൊക്കെ നേരിട്ട് കണ്ടനുഭവിക്കാനുള്ള ഒരു സൗകര്യത്തോടു കൂടെയാണ് ക്രമീകരിച്ചു വരുന്നത്. ന്യൂസ് ഡെസ്ക് എയർ 1.